ചിക്കൻ കൊള്ളത്തില്ലായിരുന്നു കേട്ടാ. ഇല്ല. ആ ചിക്കൻ ഇഷ്ടമല്ല, ടേസ്റ്റും ഇല്ലായിരുന്നു. സോഫ്റ്റ് ആയിട്ട് എനിക്ക് വേണ്ട. അതൊക്കെ ചിക്കൻ കൊള്ളതെന്ന് പറയുന്നത് പിടിക്കുന്നില്ല അതൊക്കെ. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് അതിരാവിലെ തന്നെ സ്വിമ്മിങ്ങിന് പോകാൻ പോവാ. 2 മണിക്കൂർ പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ കൂട്ടുകാരന് ഞാൻ വരുമെന്ന് വാക്ക് കൊടുത്തു പോയി മോനെ. അതുകൊണ്ട് ഞാൻ രാവിലെ കുറ്റിയും പറിച്ച് പോയാൻ സ്വിമ്മിങ്ങിന് പോവുകയാണ്. കൂട്ടുകാരനെ കാണുന്നില്ല. ഇത്ര മെനക്കെട്ട് ഞാൻ രാവിലെ നേരെ വന്നിട്ട് ഫുൾ റോഡ് കാലിയായിട്ടാണല്ലോ. വേറെ നേരമൊന്നും കാണുന്നൊന്നുമില്ല. ഹെൽമെറ്റ് എടുത്തില്ല, എടുത്തിട്ട് വരട്ടെ. എടാ കണ്ട വെള്ളം കുടിക്കാതെ ഇങ്ങോട്ട് എന്നെ കണ്ണ് നോക്കി പറടാ നീ ഉറങ്ങിയാന്ന്. എൻ്റെ കൂടെ വേടാ, ഞാൻ വെള്ളം കുടിപ്പിക്കടാ. ഞാൻ വെള്ളത്തിൽ കൂടെ ഇടുന്നില്ലേ. ഞാൻ സ്വിമ്മിങ്ങിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയാലും ഇന്നത്തെ ദിവസം ഏകദേശം ഒരു തീരുമാനമായി കാണും. എനിക്ക് മോസ്റ്റ്ലി ഞാൻ ട്രൈ ചെയ്യാൻ ഉറങ്ങാൻ, പക്ഷെ ഉറക്കം ചിലപ്പോൾ വരത്തില്ല. ആയിട്ട് വന്നില്ലെങ്കിൽ ഇന്ന് ഫുള്ളും പോക്ക. എൻ്റെ ഷെഡ്യൂൾ കൂട്ടുകാരൻ എത്തിയല്ലോ, എനിക്ക് വയ്യ. ഫുൾ റെഡി. എപ്പോഴാണ് കിടന്നത്? 12 മണിക്കല്ലേ? 12 മണിക്ക് കിടന്നു. ഞാൻ 3:30 വരും കിടന്നില്ലെന്ന് തോന്നുന്നു. 4 മണിയായെന്ന് തോന്നുന്നു. ഇപ്പൊ 6:30 പൊക്കോണ്ടിരിക്കുക. സ്വിമ്മിംഗ് പൂൾ എടുക്കുന്ന മഴ പെയ്യാൻ പോകണം തോന്നുന്നു കേട്ടാ. മുമ്പിലോട്ട് മഴ മാത്രമേ കാണുന്നുള്ളൂ. ഇത് കുറച്ച് വെള്ളം കൂടിപ്പോയെന്ന് അറിയത്തില്ല. വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നനഞ്ഞു തുടങ്ങി കേട്ടോ. മഴയത്ത് നല്ല ഒടുക്കുന്ന സ്വിമ്മിംഗ് ആണല്ലോ ഇവിടെ. ആർക്കും ഒരു കുഴപ്പമില്ല. മഴ പെയ്യാത്തണം കൊണ്ടെന്ന് തോന്നുന്നു. ആർക്കും തോന്നുന്നില്ല മഴ പെയ്യുന്നുണ്ടെന്ന്. ഒടുക്ക തണുപ്പാണെന്ന് തോന്നുന്നു. വെള്ളത്തിൽ ഇറങ്ങിയൊന്നുമില്ല അല്ലേ, ചില കാലാവസ്ഥയിലാണ്. ഗാടിക്ക് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വെള്ളത്തിന് തണുപ്പേതാന്ന്. വെള്ളം ചൂട്, ചെറുതായിട്ട് വെള്ളം ചൂട്. പുറത്തിത്രയും തണുപ്പുള്ളതുകൊണ്ട് അകത്തേക്ക് ചൂട് നല്ല തണുപ്പായാലും രസം, ഒരു വൈബാണ്. ഞാൻ തണുപ്പ് ഇഷ്ടപ്പെട്ടത് എനിക്ക്. സ്വിമ്മിങ് കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങണം. അതിനു മുമ്പേ ഞാൻ എന്താണ് ഇന്ന് ബീഫ് മേടിക്കുന്നത്, ഇന്ന് ചിക്കൻ മേടിക്കും. ഞാനറിയില്ല വീട്ടിലുള്ള ആൾക്കാർക്ക് ചിക്കൻ കഴിക്കണം. ഏകദേശം 35 ദിവസമായിട്ട് ബീഫ് കഴിച്ചിട്ട് അവരും കുറച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിക്കൻ വേണം. വണ്ടി ഞാൻ ഓടിക്കാം, നല്ല സ്പീഡിൽ പോകാനുള്ളത്. കിക്ക് ചെയ്യേണ്ടി വരുമോ? കിക്ക് ചെയ്യല സ്റ്റാർട്ട് ചെയ്തോളാം. കൊള്ളാമല്ലേ? കിക്ക് ചെയ്തൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വർഷങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കാണത്തില്ല കിക്കൊന്നും. ഞാൻ പ്രോപ്പറായിട്ട് സ്പ്ലെൻഡർ ഒന്നും ഓടിച്ചിട്ടില്ല. കിക്കൊക്കെ അടിച്ച് പോകാനേ കീഴ് വരുന്നു. അപ്പോൾ ചിക്കൻ മേടിക്കാൻ പോവാം. ഏകദേശം ഞാൻ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഇനി ഈ സാധനം വെന്ത് വരുമ്പം ഞാൻ എഴുന്നേറ്റ് വരും ഉറക്കത്തിൽ നിന്ന്. നല്ലതായിട്ട് ഉറക്കം പിടിച്ച് വന്നേ ഉള്ളായിരുന്നു. അപ്പം തന്നെ അമ്മ എന്നെ എഴുന്നേപ്പിച്ച്. ഒരു 5-6 മണിക്കൂർ കൂടി മാത്രം മതിയായിരുന്നു എനിക്ക്. നല്ലതായിട്ട് ഉറങ്ങിയില്ല ഞാൻ. ഇത് ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ടായിരിക്കും. എനിക്ക് ചിക്കൻ വല്ല ഇതില്ല. എന്തോ ഇത് വെറുതെ കുഴപ്പമില്ല കഴിക്കാൻ എന്ന രീതിയിലായിപ്പോയി. പൂച്ച കുഞ്ഞുങ്ങളുടെ ഒച്ച വരുന്നുണ്ട്. ആ 3ാമത്തെ പൂച്ച പ്രസവിച്ചിരിക്കുവാണെന്ന് അമ്മ പറയുന്നത് കേട്ടായിരുന്നു. അത് എൻ്റെ ബെഡിൻ്റെ അടിയിൽ പൂച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ ഇന്ന് പെട്ടെന്ന് വ്ലോഗെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കടയിൽ പോകണം. കുറേ നാളായി കടയിൽ പോയിട്ട്. അമ്മേനൊന്ന് കണ്ടിട്ട് വരാം, അമ്മേനെ ഹെൽപ്പ് ചെയ്തിട്ട് വരാം. കടയടക്കേണ്ട സമയം ഇനി 2 മണിക്കൂറിലാണ്. ഇപ്പോൾ പോയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യാൻ അറിയത്തില്ല. എന്നാലും നമുക്ക് പോവാം. കണ്ട എന്താ വല്ല പ്രോബ്ലം വല്ലതും ഉണ്ടാ? അകത്ത് കയറരുത്, അകത്ത് കയറി പുറത്തു. ആ പുറത്തു വന്ന് കൊണ്ടി കാണിച്ചു. ഞാൻ തരാടെ, നിങ്ങളാണോ പൊക്കത്ത് കയറി വരുന്നത്? വേറെ പ്ലേറ്റ് ഞാൻ മേടിക്കണമല്ലോ. പ്ലേറ്റ് മേടിച്ചില്ല. പുളത്തിൻ്റെ അകത്ത് മൂന്നിടുവാളാ. എല്ലാം കൂടി ആക്രാന്ത്. ചെറുപ്പം ഞാൻ ഫെവിക്ക് കൊടിച്ചു നോക്കട്ടെ. പിന്നെ ഇത് റെഡിയായി കിട്ടും. എന്താ നോക്കണ്ട? നിന്റെ യൂട്യൂബ് ചാനലാണ്. കൊള്ളാം. അവനവൻ്റെ ചാനൽ കളിക്കുമായിരുന്നു. ഇതിനു മുമ്പേ അവൻ ആ ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതും പറഞ്ഞായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ അവൻ ഏകദേശം 1K സബ്സ്ക്രൈബറായി. അപ്പോൾ അത് ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി അവൻ എന്നെ വഴി വെച്ച് വിളിച്ച് നിർത്തിയതാണ്. അത് ആരാ കടടാത്ത് കയറിപ്പോന്ന് നോക്കി? ആരാണാന്ന് നോക്കി? ഒട്ടിക്കുക. മനുഷ്യൻ എന്ത് പറയാനാണ്? എന്റെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിക്കിടക്കുന്നതാണല്ലോ. ഞാൻ ഒട്ടിക്കുക. അച്ഛനല്ലേ ചിക്കൻ മേടിക്കാൻ പറഞ്ഞ? ഇത്രയും കൂതറ ചിക്കൻ എനിക്ക് കഴിച്ചിട്ട് ഗ്യാസ് കയറുന്നതല്ല കുഴപ്പം. കഴിച്ചിട്ട് എനിക്ക് എന്തോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അമ്മയാണ് ചളിയാക്കി വെച്ചിരിക്കുവായിരുന്നു ആ ചിക്കൻ. അമ്മക്ക് എപ്പോഴും അളവ് കൂടുതൽ കുറെ ചിക്കൻ കൊടുത്താൽ അമ്മ കുളവാക്കും. ചിക്കൻ കൊള്ളത്തില്ലായിരുന്നു കേട്ടാ. ഇല്ല. ആ ചിക്കൻ ഇഷ്ടമല്ല, ടേസ്റ്റും ഇല്ലായിരുന്നു. സോഫ്റ്റ് ആയിട്ട് എനിക്ക് വേണ്ട. അതൊക്കെ ചിക്കൻ കൊള്ളത്തിലെന്ന് പറയുന്നത് പിടിക്കുന്നില്ല. അതൊക്കെ കലി കയറില്ല അതൊക്കെ കൊള്ളത്തിലെന്ന് പറഞ്ഞപ്പോ. ഉണ്ട ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ മോസ്റ്റ് പ്രോബ്ലി കലിപ്പിലായിരിക്കും ഞാൻ ചിക്കൻ കറി കൊള്ളത്തിലെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ജിമ്മിൽ പോയില്ല. ഓ പിന്നെ കിടന്ന് ഉറങ്ങി. എന്റെ മോന്ത വെറുതെ തോന്നുന്നു കേട്ടോ. ഞാൻ ഉറങ്ങിക്കാൻ എഴുന്നേറ്റ് പോലും ഇല്ല.
രാവിലെ ഞാൻ മറ്റേ നീന്തലിന് പോയതും പിന്നെ കിടക്കാൻ നോക്കിയതും പിന്നെ അമ്മ എഴുന്നേൽപ്പിച്ചത് കാരണമാണ് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഉറക്കം വന്നത്. ഇപ്പോൾ ഉറങ്ങിയിട്ട് ഞാൻ എഴുന്നേറ്റില്ല. അമ്മ എന്തായാലും ബാക്കി ചിക്കൻ കൊണ്ടുവരുന്നുണ്ട്. ഒന്നുകൂടി അമ്മ എന്തോ വറുത്തെന്ന് തോന്നുന്നു. വറുത്തതാ വാട്ടിയതാ എന്തോ ആണ്. ടേസ്റ്റ് ഉണ്ടായില്ലേന്ന് ഞാൻ കഴിച്ചിട്ട് പറയാം. ടേസ്റ്റ് കൊള്ളാം. രാവിലെ കാട്ടും നല്ല. അമ്മ പിന്നെ എന്തോ ചെയ്തു. രാവിലെ അമ്മ ധൃതിയിലുണ്ടാക്കി തന്ന്. ഇതിപ്പോൾ അമ്മ എന്തോ ചെയ്ത് ടേസ്റ്റ് പിന്നെ ഉണ്ട്. രാവിലത്തെ ഞാൻ മറ്റേ ഇൻസ്റ്റാഗ്രാമിൻ്റെ വിന്നർ തപ്പുണ്ടായിരുന്ന 3 പേര് തപ്പണം. നമുക്ക് 1-2 ആൾക്കാരെ നോക്കാമെന്നാണ് ഇരുന്നത്. ഇപ്പോൾ 1-2 ആൾക്കാർ. അപ്പോൾ റാൻഡമായിട്ട് കമൻറ്റ് സെലക്ട് ചെയ്യുന്ന കുറച്ച് സൈറ്റ്സ് ഒക്കെ ഉണ്ട്. അത് പക്ഷെ പെയ്ഡാണ്. അപ്പോൾ ഇനി ഇത് പെയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ പൊക്കത്തോട്ടാക്കിയിട്ട് കണ്ണടച്ച് കുത്താനാണ്. അതും ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഞാൻ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് വെച്ച് വർക്ക് ചെയ്യുമെന്ന്. ലിങ്കൊക്കെ ഞാൻ പേസ്റ്റ് ചെയ്യാൻ പോകും. ആ വീഡിയോ തന്നെ അതെ വന്നു കേട്ടോ. ഇതിന് കറക്റ്റായിട്ട് എടുക്കുമോ എടുക്കത്തില്ലെന്ന് അറിയാൻ പറ്റില്ല. ഒരു വിന്നർ നമുക്ക് ഇന്ന് സെലക്ട് ചെയ്യാൻ നോക്കാം, പിന്നെ ബാക്കി നാളത്തേക്ക് നോക്കാം. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ വിന്നർ എന്ന് വന്ന ആള് അവിടെ ലെഹങ്കയെന്ന് എഴുതിയിരിക്കണം കേട്ടോ. ഇപ്പം നോക്കാറുണ്ട് ലെഹങ്കയെന്ന് ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കത്തില്ല. കിട്ടുവാൻ നോക്കട്ടെ. സമയം എടുക്കുമല്ല. 3, 6, 7% പറയുന്നു. Let's see who is gonna be the winner of our first lucky draw Lakshadweep trip for couples. കോയിൻ മേടിക്കണം. റാൻഡമായിട്ട് സെലക്ട് ചെയ്യാതെ നല്ലത്. വെറുതെ റാൻഡമായിട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഒരാളെ പൊക്ക എപ്പോഴത്തേക്ക് തൽക്കാലം ആയിരിക്കും. വലിയ കൂടുതൽ കമന്റ് ഇല്ല. 289 സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യും കേട്ടോ. സ്ക്രോൾ ആവുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. അവസാനം വരെ എത്തിയ ചിലപ്പോൾ ഇതാരാണ് അയാൾക്ക് കൊടുക്കാൻ പോവുക. ലെഹങ്ക എഴുതിയിട്ടുണ്ടെങ്കിൽ കൊള്ളാം. ലെഹങ്ക എഴുതിയിട്ടില്ലായിരുന്നു, ഒരു ഹാർട്ട് വെച്ചിരിക്കുന്നു. കൊള്ളാമല്ല. ഇപ്രാവശ്യം കിട്ടുന്ന ഹാർട്ടും വേറെ കമന്റ്സ് ഒന്നും ലെഹങ്കയാണ് വേണ്ട എനിക്ക്. ഒരു റാൻഡം ആളിനെ സെലക്ട് ചെയ്യുക. ആണോ പെണ്ണ ആരെങ്കിലും ആയാൽ മതി. ഇത് മതിയാ. ഓ ഇത് ലെഹങ്ക വന്നിരിക്കുന്നത് എന്തോ ഇത്. ഫാത്തിമാനുഷഹീൽ. ഇവരുടെ ഞാൻ ഈ അക്കൗണ്ട് ഞാൻ മറ്റേ ആൾക്ക് കൊടുത്തേക്കാം, കടയുടെ ഉടമസ്ഥന്. അപ്പോൾ അവനത് അയച്ചു കൊടുത്തോളും. പിന്നെ സെറ്റ് മതി. കിട്ടിയാൽ കിട്ടി, കിട്ടില്ലെങ്കിൽ എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് പറയാം. ഇതാണ് ഫസ്റ്റ് ആള്. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് ഗിവ് വിന്നർ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിന് എന്തായാലും അഡ്രസ്സൊക്കെ അവർ മേടിച്ചോളും. ഇതിൻ്റെ ഞാൻ അനൗൺസ്മെന്റ് ചെയ്യാൻ നാളത്തെ കിട്ടാൻ. ബാക്കി 2 പേരും കൂടി തപ്പിയിട്ട് കേട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. Peace.